ഞാൻ സൂപ്പർ ജെമിനി എന്നുള്ള സിനിമ കാണാൻ പോയി റിലീസിങ്ങിൻ്റെ അന്ന്. അപ്പോൾ ശരിക്കും നല്ലൊരു മെസ്സേജുള്ള പടമായിരുന്നു. പക്ഷേ പ്രൊമോഷൻ്റെ ഒരുപാട് കുറവുകൾ ആ പടത്തിൽ കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ തിയേറ്ററുകളിൽ പോയി കഴിഞ്ഞാൽ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ പോസ്റ്ററോ ഒരു ബൂസ്റ്റിങ്ങും കണ്ടില്ല. പക്ഷേ സാധാരണ ലെവലിലിരുന്ന് കാണാൻ പറ്റിയൊരു പടം, ഫാമിലിയായിട്ട് കുഞ്ഞുങ്ങളിൽ നിന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ തലമുറയ്ക്കുള്ളൊരു മെസ്സേജായിരുന്നു. പക്ഷേ നമ്മൾ സിനിമ ഇറക്കുമ്പം ശ്രദ്ധിക്കേണ്ട പല കാരണങ്ങളുമുണ്ട്. ലോ ബഡ്ജറ്റിലെ പടം ഇറക്കുമ്പോൾ പ്രൊമോഷൻ ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. അത് പലരും മറന്നു പോകുന്നതുകൊണ്ടാണ് പല പടങ്ങളും തിയേറ്ററുകളിൽ പോലും വരാതെ പോകുന്നത്. കാരണം പ്രൊമോഷൻ ഇല്ലാത്തത് തന്നെയാണ്. നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ സമയത്ത്, ഇല്ലെങ്കിൽ ഒരുപാട് വലിയ പടങ്ങൾ ഇറങ്ങുന്നതിൻ്റെ ഇടയിൽ ചെറിയ പടങ്ങൾ ഇറക്കാതിരിക്കുമ്പോൾ അതിന് വാല്യൂ ഉണ്ട്. അല്ലാതെ നമ്മൾ എല്ലാവരും പടം ഇറക്കണ സമയത്ത് ഈ പടം ഇറക്കിയിട്ട് അവസാനം ഒരു പ്രൊമോഷൻ ഇല്ലാതെ നല്ല മെസ്സേജുകൾ സമൂഹത്തിന് അല്ലെങ്കിൽ ജനത്തിന് എത്താൻ പറ്റാത്ത രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പടം ഒരിക്കലും എറണാകുളത്ത് ഒരു തിയേറ്ററുകളിലും ഇത് വന്നിട്ടില്ല. അതേസമയം തളിയോലപ്പറമ്പ് പോയിട്ടാണ് ഈ പടം കാണാൻ കഴിഞ്ഞത്. എന്തായാലും അതിൽ ഓരോ കഥാപാത്രങ്ങളും നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ ഭാഗങ്ങൾ ചെയ്തിരിക്കുന്നത്. ചെറിയ ചെറിയ മേക്കിങ്ങിൽ മിസ്റ്റേക്കുകളുണ്ട് എങ്കിൽ പോലും അടിപൊളി പടമായിരുന്നു. രജിത്ത് സാറ് ചെയ്ത വർക്കുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നല്ല രീതിയിൽ തന്നെ ഒരുപാട് അവർക്ക് ചെയ്തിരിക്കുന്നു. എന്തായാലും എല്ലാം നല്ല രീതിയിലാകട്ടെ. ഇതുപോലെ പടങ്ങൾ ശ്രദ്ധിക്കുക. ഇതുപോലെ പടങ്ങൾ ഇറങ്ങുമ്പോൾ അതിന് പ്രൊമോഷൻ ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. അത് മറക്കാതിരിക്കുക, ശ്രദ്ധിക്കണം. അതുപോലെ കുഞ്ഞു കുഞ്ഞു പടങ്ങൾ ഇറങ്ങണം. ഒരുപാട് ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ കലാകാരന്മാർക്ക് വേദിയാണ്. എന്നാൽ അത്യാവശ്യം അറിയപ്പെടുന്ന ആർട്ടിസ്റ്റുകൾ ഇതിലുണ്ടായിരുന്നിട്ട് പോലും പടം തിയേറ്ററുകളിൽ ഇല്ല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടൊരു ഭാഗമാണ്. ഇനിയെങ്കിലും ഇറക്കുന്നവർ പ്രൊമോഷൻ്റെ കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പടം എടുക്കുമ്പോൾ തന്നെ കുറച്ച് ലൈറ്റിൻ്റെ ആവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ എഡിറ്റിംഗ് സമയത്തും ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. അത് ഈ പടത്തിൽ അവിടെ ഇവിടെ അത് കാണാൻ കഴിയും. എങ്കിലും നല്ലൊരു പടം തന്നെയാണ്. ഒത്തിരി സന്തോഷം. എന്തായാലും എല്ലാവർക്കും താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.